ഹായ്, ഇത് കളറിങ് കോമ്പറ്റീഷൻ ഒന്നുമല്ല. ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ചിക്കൻ ലെഗ് പീസ് മാത്രം വാങ്ങിയതാണ്. നമ്മളിപ്പോൾ ഞാനും ഭാര്യയും 2 കുട്ടികളും അമ്മയും 5 പേരല്ല. അപ്പോൾ 5 പീസ് മാത്രം വാങ്ങിയതാണ്. അപ്പോൾ 1/2 കിലോയിൽ കുറച്ചധികം ഉണ്ടായിരുന്നു. കിലോ തൂക്കി വാങ്ങുമ്പോൾ 280 എൻ്റെ റേറ്റ്. 5 പീസ് വാങ്ങിയപ്പോൾ ഒരു 150 രൂപയ്ക്ക് ഇത് വാങ്ങിയത്. അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറങ്കിപ്പൊടി എന്ന് പറയും, അത് മാത്രം ഇട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. മസാല പിടിക്കാനായി വെച്ചിട്ടുണ്ട്. വേറെ ഇതിൽ ചിക്കൻ മസാലയോ വേറെ ഒരു തരത്തിലുള്ള മസാലകളോ മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്തില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഏതായാലും മസാല പിടിക്കട്ടെ. അപ്പോൾ മസാല പിടിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാൻ വെച്ചിട്ടുണ്ട്. വേറെ യാതൊരുവിധ ചേരുവകളും അതിൽ ചേർത്തില്ല. അതിങ്ങനെ എണ്ണ തിളച്ചതോടുകൂടി ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് ഏകദേശം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. എന്തായാലും ഞാൻ കഴിക്കും. ആരും കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കും. ഞാൻ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ച് ഞാൻ തൽക്കാലം മാറി നിന്നിട്ടല്ലേ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 പീസ് ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ സംഗതിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു അലങ്കാരം നിർബന്ധമാണ്. എന്നാലേ നമുക്കൊരു കാണാനും കഴിക്കാനും ഒരു രസമുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിപാടിയിലുള്ള സവാളയൊക്കെ റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അലങ്കാര പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയപ്പോൾ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമായി പോയി. 11 മണിയല്ലേ? എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് രുചിയോടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രൈ ഒന്നാക്കി നോക്കുക. ഒന്നും മസാലയൊന്നും ചേർക്കാതെ ഏറ്റവും സിമ്പിളായി ആക്കാൻ പറ്റുന്നൊരു അടിപൊളി സംഭവം തന്നെ അത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓക്കെ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.